ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിയാസ് മിറാക്കിൾ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൂക്ക് കുത്തലായിരുന്നു കേട്ടോ. എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ്, എൻ്റെ മാത്രമല്ല എൻ്റെ അനിയത്തിമാരെ ആഗ്രഹം കൂടിയായിരുന്നു മൂക്ക് കുത്തുക എന്നുള്ളത്. പക്ഷേ വേദനിക്കുമോ എന്നുള്ള പേടി കാരണം കൊണ്ട് ഞങ്ങൾ കുത്താതിരുന്നതാണ്. ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ മൂക്ക് കുത്താൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ മൂക്ക് കുത്തനേക്കാളും മുൻപായിട്ട് ഒന്ന് മൂക്കുകുത്തികളൊന്ന് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ മൂക്കുകുത്തി കാണല്ലോ, അപ്പോൾ നമുക്ക് മൂക്കുകുത്തി കൂടി വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ മൂക്കുത്തികളെല്ലാം 18 ക്യാരറ്റിൽ പെടുന്ന സാധാരണ ഗോൾഡിന്റെ മൂക്കുത്തികളാണ്. ഇതിന്റെ കല്ലൊക്കെ നോർമൽ ആയിട്ടുള്ള കല്ലുകളാണ്. കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോഴേ ശരിക്കും ഞങ്ങൾ ക്ലിയർ ആവാത്ത പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ബട്ടർഫ്ലൈ ആണ്, ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ ചന്ദ്രനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാ ഇങ്ങനത്തെ ട്രയാങ്കിളും അത്യാവശ്യം വലിപ്പം വരുന്നതുണ്ട്, തീരെ ചെറുതുണ്ട് കേട്ടോ. ഈ ബട്ടർഫ്ലൈ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇത്തിരി സൈസ് കൂടുതലാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. അതുപോലെ റിങ് പോലെ തോന്നിക്കുന്ന റിങ് അല്ലാത്ത പോലെ മോഡലുണ്ട്. പിന്നെ ഡയമണ്ടിൽ വരുന്നതുണ്ട്. ഇതെല്ലാം ഡയമണ്ട് ആണ്. എനിക്ക് ഇതില് ഡയമണ്ടിൽ ചന്ദ്രനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിലും ഡയമണ്ടിൽ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്. ഇങ്ങനത്തെ നോർമൽ ആയിട്ടുള്ള 18 ക്യാരറ്റിൽ വരുന്ന ഗോൾഡിന്റെ മൂക്കുത്തികളൊക്കെ സ്റ്റാർട്ട് ആവുന്നത് 1300 രൂപ മുതലാണ് കേട്ടോ. മൂക്കുത്തികളിൽ തന്നെ നോർമൽ ആയിട്ടുള്ളതും ലൈറ്റ് വെയിറ്റിലൊക്കെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്. നമ്മൾ തൽക്കാലം നോർമൽ ടൈപ്പിലുള്ള മൂക്കുത്തി നോക്കാന്നാണ് വിചാരിക്കുന്നത്. ഡയമണ്ടിൽ വരുന്ന മൂക്കുത്തികളൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു 5000 മുതലാണ്. എനിക്ക് ഈ ചന്ദ്രന്റെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതാ ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറയുന്നത് ഈ ടൈപ്പിൽ പെടുന്ന മൂക്കുത്തിയാണ്. ഇത് ഡയമണ്ടിൽ വരുന്നതാണ്. അതൊരു 5 to 6000 റേഞ്ചിൻ്റെ ഉള്ളിലൊക്കെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. പിന്നെ ഡയമണ്ട് ആകുമ്പോൾ നമുക്ക് ശരിക്കും മൂക്കുത്തിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കും. നമുക്ക് ഈ മൂക്കുത്തികളൊക്കെ എടുക്കുമ്പോൾ നമുക്കിങ്ങനെ പൊന്തി നിൽക്കില്ലേ മൂക്കിലൊക്കെ, മറ്റേതാകുമ്പോൾ പതിഞ്ഞ് കിടക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മൂക്കുത്തറൊന്ന് ലൈവായിട്ട് കണ്ടിട്ട് വന്നാലോ. അത് ഷോർട്സ് അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഷോർട്സ് എടുക്കാം. പേടിക്കണ്ട. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. അവിടെയാണോ റൈറ്റ് അല്ലേ? ആയിരിക്കും. ഞാൻ ലെഫ്റ്റ് കുത്തിയാണല്ലോ ഇഷ്ടമുള്ള കുത്തു. റൈറ്റ് കുത്തു, എല്ലാം വെച്ച് നോക്കിയിട്ട് റൈറ്റ് സൈഡിൽ എനിക്ക് വേണ്ട. വെച്ചില്ല, ഞാൻ പേടിച്ചാണ്. എൻ്റെ കണ്ണെന്ത് വെള്ളം വന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഭയങ്കര കേൾക്കും. അട്ടത്തേക്ക് തിരിഞ്ഞ് അവർ കാണിച്ചു കൊടുത്ത അത് മതി. ചെറുതാ.
അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹം ഞങ്ങളുടെ മൂന്നാളുടെയും പൂവണിഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നാളും മൂക്ക് കുത്തി. മൂന്നാൾക്കും ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരാൾക്ക് വേദന ഉണ്ടായിരുന്നു, ഒരാൾക്ക് വേദന ഉണ്ടായിരുന്നില്ല, ഒരാൾക്ക് വലിയ കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് മൂക്കൊക്കെ കുത്തിയിൽ. അങ്ങനെ ഞങ്ങൾ മൂക്കുത്തിയൊക്കെ സെലക്ട് ചെയ്തു. ഞങ്ങൾ ബില്ലിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് പുത്തമ്പള്ളിയുടെ അടുത്തുള്ള GJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് നമ്മൾ മൂക്ക് കുത്താൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ചേട്ടനാണ് നമുക്ക് മൂക്കുത്തിയൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. നല്ല സർവീസായിരുന്നു, കസ്റ്റമർ സർവീസ് എടുത്ത് പറയേണ്ടതാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് മൂക്കുത്തി എടുത്തു തരാനും നമുക്ക് സെലക്ട് ചെയ്യാനും ഒക്കെ ആൾ നമ്മളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് എടുത്ത മൂക്കുത്തികൾ നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ നമ്മൾ മൂന്നാൾക്ക് 3 ടൈപ്പിലുള്ള മൂക്കുത്തികളാണ് എടുത്തിട്ടുള്ളത്. ഇത് ടെമ്പററി ആയിട്ട് അവർ കുത്തിത്തരുന്ന മൂക്കുത്തിയാണ് കേട്ടോ. ഇനി മൂക്കിലെ അവിടുത്തെ ഉണങ്ങിക്കഴിഞ്ഞാലാണ് നമ്മൾക്ക് ശരിക്കും ഗോൾഡിന് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വീണെടുത്ത മൂക്കുത്തിയാണ് കേട്ടോ. ഞാനും അമ്മും സെയിം എടുത്തത് ട്രയാങ്കിൾ ഷേപ്പിലുള്ള ചെറിയൊരു മൂക്കുത്തി. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനത്തെ മൂക്കുത്തി വാങ്ങിയിട്ട് നമുക്ക് പിന്നെ ഭാവിയിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് ഡയമണ്ടിൻ്റെ എടുക്കാമല്ലോ. ഇപ്പോൾ ഇനി തൽക്കാലം മൂക്കുത്തി ഇങ്ങനത്തെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനത്തെയാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ വാങ്ങിയിട്ട് നമ്മളിവിടുന്ന് ബില്ല് കൊടുത്ത് പോരാൻ പോവുകയാണ്. അപ്പോൾ മൂക്കുത്തി ഇത് ഭംഗിയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബില്ല് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ നിൽക്കുന്നത് പുത്തമ്പള്ളിയുടെ അടുത്തുള്ള GJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ്. അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് മാല വാല കമ്മലുകൾ ഒക്കെ ആയിട്ടും വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തോളൂ. അപ്പോൾ ഇവിടുന്ന് സാധനമൊക്കെ വാങ്ങി ഇന്ന് നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോവാണ്. ഭയങ്കര വിശപ്പ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് കമാരി എന്ന് പറഞ്ഞിട്ട് MG റോഡിലൊരു ഹോട്ടലാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മളിവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഷെസ്വാൻ നൂഡിൽസും ഷെസ്വാൻ റൈസും ആണ് കേട്ടോ. ഷെസ്വാൻ ഫ്രൈഡ് റൈസും പിന്നെ നമ്മൾ ഹണി ചില്ലി ഗോപിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, ഒരു ആവറേജ് ഫുഡായിരുന്നു. എന്താ ഒന്നുമില്ല, നല്ല വേദനയുണ്ട്. നന്നായി ഒരു അമർത്തി കൊടുത്തു. ഇതിങ്ങനെ പിടിച്ചിട്ടേ ഇതിങ്ങനെ തിരിക്കണം നല്ലതാട്ടാ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചാൽ ഇതിൻ്റെ ഓട്ട കുറച്ചുകൂടി ഒന്ന് വലുതായി വരും. എന്നാൽ മാത്രമേ നമ്മൾ എടുക്കുന്ന ഗോൾഡിന്റെ അല്ലെങ്കിൽ എന്താ ഡയമണ്ട് എന്താ വെച്ചാൽ അത് ഒരിക്കൽ കയറുള്ളൂ. അതിന്റെ കാല് കുറച്ചും കൂടി വലിപ്പം എന്താ പറയാ കുറച്ച് വണ്ണുണ്ട്. അപ്പൊ അത് കയറണമെങ്കിൽ നമ്മളിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു കൊടുക്കണം എന്നാണ് കേട്ടോ അവര് പറഞ്ഞത്. അതുപോലെ ഉപ്പുവെള്ളം ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കല്ലുപ്പ് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ മുറിവെണ്ണയാണ് തേച്ച് കൊടുത്തത്. മുറിവെണ്ണ തേച്ച് കൊടുക്കുമ്പോൾ വലിയ പ്രശ്നമല്ലേ. എല്ലാറ്റിനും മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മുറിവെണ്ണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. വലിയ പ്രശ്നമില്ല, എന്നാലും അത്യാവശ്യം വേറെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണ്ട കേട്ടോ. അതായത് നമുക്ക് മൂക്കുത്തിയിട്ട് ഇതുപോലെ നല്ല ഭയങ്കര പെയിനോ, കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ പെയിനൊന്നും ഇല്ലാന്ന്. പക്ഷെ ഞങ്ങൾക്ക് 3 പേർക്ക് അത്യാവശ്യം നല്ല പെയിൻ ഉണ്ട്. ഗൺ ഷൂട്ട് ചെയ്യുമ്പോൾ പെയിൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് ഒരു വേദന പോലെ തോന്നും. പിന്നെ നമുക്ക് അത് വിട്ടുപോകും. പിന്നെ ഇങ്ങനെ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ കടയാൻ തുടങ്ങും. പിന്നെ രാത്രി വരെ തന്നെ ആ ഒരു സ്റ്റേജിലുണ്ടാവും, കടച്ചിൽ പോലെ അല്ലെങ്കിൽ ചൊറിയണ പോലെ അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മൂക്ക് കുത്തിയിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതല്ലെങ്കിൽ മൂക്ക് പഴുക്കുക, അല്ലെങ്കിൽ അത് പഴുക്കാതിരിക്കാൻ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.